ഇന്നലെ ഗോപുവിന്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പൊ ഞാനും അവന്റെ സ്കൂളിലേക്ക് പോയി. ഞാൻ എത്തുമ്പോഴത്തേക്ക് അവന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞായിരുന്നു. ഭയങ്കര ഗൗരവത്തിൽ നമ്മുടെ ആളിവിടെ കസാര കളിയൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഈ നടുക്ക് നിൽക്കുന്ന മോനാണെങ്കിൽ എല്ലാരെയും ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഒരു കോർഡിനേറ്റർ പോലെ എല്ലാ കളിയിലും കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അവസാനതാ ജയിച്ച മോന്റെ അടുത്ത് പോയിട്ട് കൈ കൊടുക്കലൊക്കെയായിരുന്നു അവന്റെ പണി. കണ്ടപ്പോ നല്ല രസം തോന്നി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൂക്കളൊക്കെ കാണാൻ പോയി. ഗോപു ആണെങ്കിൽ അവന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിരുന്നു. ഈ ചങ്ങായി അവിടെ എന്താ കളിക്കുന്നതെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പുള്ളിയാണെങ്കിൽ നല്ല ധ്യാനത്തിലാണ്. ധ്യാനാണോ ഉറക്കാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്നോട് പറയുന്നുണ്ട് വാ അമ്മായി നമുക്ക് പോവാന്ന്. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് സദ്യ കഴിക്കാൻ കയറി. എന്നെ കൂട്ടാണ് ഇത് ആള് ഫസ്റ്റ് എന്നെ പോയിരുന്നിട്ടുണ്ട്. ആള് നന്നായിട്ട് കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ഇരുന്നു. ഈ സദ്യ ആണല്ലോ നമ്മുടെ മെയിൻ. ഞാൻ വന്നത് തന്നെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ ഏതോ ഒരു ചേട്ടൻ കൊണ്ടു കൊടുത്ത പഴവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മായിക്ക് വേണോന്ന് പോലും ചോദിച്ചില്ല. പിള്ളേരാണെങ്കിൽ ഇതാ കഴിച്ചിട്ട് നല്ല കറക്കത്തിലാണ്. അവനോടാണെങ്കിൽ അത് അവൻ്റെ ചേട്ടന്മാരൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവൻ വലിയ ആക്റ്റീവ് ഒന്നും അല്ല. എന്താണെന്നറിയില്ല, ഞാൻ ഉള്ളതുകൊണ്ടാണോ എന്നൊന്നും അറിഞ്ഞൂടാ. അപ്പം ഞാൻ ചിന്തിച്ചത് ശരിയായിരുന്നു. ഞാൻ ഉള്ളതുകൊണ്ടായിരുന്നു അവൻ ഇത്ര നേരം മടി. ഇപ്പം ഇതാ ഇറങ്ങി പയ്യെ പോകുന്നുണ്ട്. നടന്ന് വീഴണ്ടല്ലോ എന്ന് വിചാരിച്ച് മുണ്ടൊക്കെ മടക്കി കുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആള് ഭയങ്കര ആക്റ്റീവായിരുന്നു. ഓടലും ചാടലും ഒക്കെ ആയിരുന്നു. ഈ ചങ്ങായിനെ ആണെങ്കിൽ എവിടെയെങ്കിലും പോയാൽ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടിയും തുടങ്ങി. പല ഭാഗത്ത് പല ഗെയിമുകൾ നടക്കുന്നുണ്ടെങ്കിലും ആള് നിലാവത്തഴിച്ചിട്ട കോഴീനെ പോലെ ഇങ്ങനെ നടക്കുക. പിള്ളേരാണെങ്കിൽ ഇവിടെ പാട്ടും വെച്ച് ഒരേ വൈബ്. ഞാനാണെങ്കിൽ എൻ്റെ സ്കൂളും കോളേജും ഫ്രണ്ട്സിനും ഒക്കെ മിസ് ചെയ്യുക. വടംവലിയിൽ ജയിച്ച സന്തോഷത്തിലാണ് നമ്മുടെ 6ാം ക്ലാസ്സിലെ പിള്ളേർ. ഗായ്സ്, ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ്.